നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ്. ഇവിടെ ഞാൻ തൊടുകുറി ഫലങ്ങൾ പറയാനായിട്ട് എടുത്തിരിക്കുന്നത് 2 നമ്പറുകളാണ്. ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 444 ആണ്, 444. രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് 999 ആണ്, അതായത് 999. ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് അറിയാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളെ തേടി വരാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് നന്നായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖദുരിതങ്ങൾ മാറാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 നമ്പറിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ട് കാര്യമുണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ ആ ഒരു ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്നും നിങ്ങളൊരു നമ്പർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുത്ത നമ്പർ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂചന തരും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന 2 നമ്പേഴ്സിൽ ഒന്ന് തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ നമ്പർ ആയിട്ടുള്ള 444 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ 444 എടുത്തവർക്ക് പൊതുവെ ഒരു നല്ല സമയമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇതിൽ കാണുന്നത്. ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയ സാധ്യത കാണുന്നുണ്ട്. മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ടു നടക്കുന്ന ആളുകളായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണകൾക്കൊക്കെ മാറ്റം വന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത കൈവരുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ ഇതൊന്നും നമ്മൾ നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും നമ്മുടെ ആ ഒരു പ്രയത്നം കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റിയേക്കും. ദൈവാനുഗ്രഹം കൂടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. അതായത് നമ്മൾ ശ്രമിച്ചാൽ ഫലം കിട്ടുന്ന ഒരു സമയമാണ് എന്നർത്ഥം. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടക്കാതെ വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു മടുപ്പ് തോന്നി, നിങ്ങൾ ഉപേക്ഷിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. പല പ്രതിസന്ധികളിൽ നിന്നും ഒരു അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള കഴിവ് ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ ചിലപ്പോൾ വന്നു ചേരാം. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പല രീതിയിലുള്ള ഭാഗ്യങ്ങളാകാം നിങ്ങളെ തേടിയെത്തുന്നത്. ഒന്നുകിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളെ തേടി വരാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ എന്തോ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം വരാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഏത് തരത്തിലുള്ള ഭാഗ്യവും ആകാം. എന്നിരുന്നാലും ഒരു ഭാഗ്യം നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കാര്യങ്ങൾക്കും മാറ്റം വരാൻ പോവുകയാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരു പോസിറ്റീവ് അന്തരീക്ഷം നിങ്ങൾക്ക് ചുറ്റും വരാൻ പോവുകയാണ്. ഇനി നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ശത്രുവായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് അസൂയ ഉണ്ടാവുകയും നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക് കണ്ണീർ ദോഷങ്ങളൊക്കെ ഏൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല അവസരങ്ങൾ വരുന്ന സമയത്ത് ഉറ്റ സുഹൃത്തുക്കളാണെങ്കിൽ പോലും പങ്കുവയ്ക്കാതിരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് അത് ഉറപ്പായതിനു ശേഷം മാത്രം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. നിങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് കയ്യിൽ കിട്ടുന്നതിന് മുൻപേ തന്നെ ഉറ്റവരോടും ഉടയവരോടും എല്ലാം തുറന്നു പറയുന്ന ഒരു സ്വഭാവ പ്രകൃതം നിങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്വഭാവം ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. അതൊരു സൂചനയാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറി മറിയാൻ പോകുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഇനി വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. എന്നാലും ചെറിയ ചില തടസ്സങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് വന്നേക്കാം. അതോടൊപ്പം തന്നെ ശത്രുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും.
എന്നിരുന്നാലും അതിനായിട്ടുള്ള ഒരു മനസ്സുറപ്പ് നിങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ള അവസരങ്ങളിൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. സഹായം ആവശ്യമെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി നിങ്ങളോട് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അലസത നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. മടിപിടിച്ചിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിലുള്ള തടസ്സങ്ങളെ നീക്കാൻ നിങ്ങൾ പരിശ്രമിച്ചില്ല എങ്കിൽ ആ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും എത്തിച്ചേരാൻ സാധിക്കാതെ പോകും. ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഒരു ഭാഗ്യത്തെ നിങ്ങൾക്ക് കൈവെള്ളയിൽ ഒതുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അത് തട്ടിത്തെറിപ്പിക്കാൻ നിങ്ങൾക്ക് ചുറ്റും തന്നെ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ നമ്പർ ആയിട്ടുള്ള 444 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലം പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് 999 തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഫലമാണ് പറയുന്നത്. 999 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നല്ല സംഭവങ്ങൾ നടക്കാനും തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ കരുതിയ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസം, ജോലി, ഇതിലൊക്കെയുള്ള തടസ്സങ്ങൾക്കൊരു പരിഹാരം കാണാൻ കഴിഞ്ഞേക്കും. മുൻപേ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാനും സാധ്യതയുണ്ട്. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കാം. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറി കുറച്ചുകൂടി സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. കുടുംബപരമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള പോരായ്മകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എങ്കിൽ അതിനൊക്കെയും പരിഹാരം കാണാനായിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കും. പിന്നെ പണം വരാനുള്ള സാധ്യതയുണ്ട്. പല വഴികളിലൂടെ ധനം കടന്നു വരാം. നിങ്ങൾക്ക് കിട്ടാനിരുന്ന പണം ഏതെങ്കിലും കാരണവശാൽ തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്താലും അതിന് പൂർണ്ണ ഫലം ലഭിക്കുന്ന ഒരു സമയമാണ് കടന്നു വരാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയുടെ ഒരു പ്രത്യേക തുണ ഈ സമയത്ത് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ടത്. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ, അംഗീകാരം ഇതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ നല്ല മനസ്സ് മറ്റുള്ളവർ തിരിച്ചറിയുന്ന കാലമാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങളോട് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ചില അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ മുൻകൂട്ടി കാണാനും അത് ഒഴിവാക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്രതീക്ഷിതമായിട്ടുള്ള സഹായം കിട്ടാനും സാധ്യതയുണ്ട്. കുടുംബദൈവത്തിന്റെ അനുഗ്രഹവും ഉണ്ടാകും. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശത്രുക്കളിൽ നിന്ന് ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ചില സമയത്ത് മനസ്സിൽ നെഗറ്റീവ് ചിന്തകളൊക്കെ വരാം. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഒന്നുകൂടി ആലോചിച്ച് ശരിയായ വഴിക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ അതിൽ വിഷമിക്കാതെ കൂടെ നിൽക്കുന്നവർ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മനസ്സിനെ തളർത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാകാം. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ആ ഒരു മനസ്സിനെ തളർത്താത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് രണ്ടാമത്തെ നമ്പർ ആയിട്ടുള്ള 999 തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പൊ ഞാനിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി തിരിച്ചറിയാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.